ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പം നമ്മൾ ചെയ്യുന്നത് മൈൻക്രാഫ്റ്റിലാണ്. സോ മൈൻക്രാഫ്റ്റിൽ നമ്മൾ സർവൈവൽ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നേക്കാണ്. സോ നമ്മൾ അന്ന് നിർത്തി കൊടുത്തല്ല, ഇപ്പം അന്ന് നിർത്തിയിട്ട് കുറച്ച് ഞാൻ കളിച്ചിട്ടുണ്ടായി. അപ്പം വീഡിയോ ആണത് കുറച്ച് അയൺ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായി. ഞാൻ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് അടിച്ച് ഒന്നുകൂടി വരുത്തുക. ഓക്കെ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അവരോടൊക്കെ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ പറ്റുക. സോ അപ്പോൾ നമുക്ക് നേരെ നമ്മൾ വീട്ടിൽ. അപ്പോൾ ഇതാണ് ഞാൻ അന്ന് നിർത്തിയെടുത്ത് പണിതത്. ഇവിടെ ചാനൽ വെച്ചു ടോർച്ച്. ഇവിടെ നമുക്ക് കുറച്ചങ്ങോട്ട് പോയപ്പോൾ കുറേ ഷീപ്പിനാണ് ഉണ്ടായി. പിന്നെ അത് ഡൈ ചെയ്ത് നമുക്ക് കുറേ കാർപ്പറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ 2 നില വീടാണ് കേട്ടോ. 2 നിലയുണ്ട്. പിന്നെ ബെഡ് കുറേ ഇതുണ്ട്. ഇതിലൊന്നുമില്ല, ടെസ്റ്റുകളിൽ ഒന്നുമില്ല. ഈ ടെസ്റ്റിൽ നമ്മൾ കുറച്ച് അയൺ ഗ്രൈൻഡ് ചെയ്തിട്ട് സാധനങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ടായി. പിന്നെ കാണിക്കാൻ അത്രേ ഉള്ളൂ. കുറേ കാർപ്പറ്റ് വെച്ചിട്ടുണ്ടായി. ബെഡും ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും സെറ്റപ്പ് വെക്കണം. കാരണം ഇവിടെ മാത്രം നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കാണല്ലോ. അപ്പോൾ അവിടെ എന്തെങ്കിലും വെക്കണം. സോ നമുക്ക് ഇപ്പോൾ താൽക്കാലികം ചെയ്യാനുള്ള ആർമർ വേണം, പിക്കാക്സ് വേണം, അങ്ങനെ ടൂൾസ് കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ നമുക്ക് അതുണ്ടാക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് അയൺ കിട്ടിയിട്ടുണ്ടായി എന്തായാലും. ബൂട്ട്, പാൻറ്, ചെസ്റ്റ് പ്ലേറ്റ്. ഓക്കെ ഗൈസ്, നമുക്കിടാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ഫുൾ ആർമർ ആയിട്ടുണ്ട്. ഇനി ഷീൽഡ് ഉണ്ടാക്കണം. ഷീൽഡിന് നമുക്ക് വുഡ് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 10 ഉണ്ട്. ഒരു ഷീൽഡ് ഉണ്ടാക്കി നമ്മളുണ്ട്. ഓക്കെ, ഇനിയൊരു പിക്കാക്സ്, ഒരു ആക്സും പിക്കാക്സും ഉണ്ടാകും. ഓക്കെ, നമുക്ക് ബാക്കി അയാൾ കൂടെ ഉണ്ട്. അതേറെ കാര്യം. ബാക്കി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാം. അയ്യണൊക്കെ ബാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വില്ലേജിലേക്ക് ഒന്ന് പോയിട്ട് വരാം. കാരണം അവിടെ വില്ലേജിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. നമ്മുടെ ആ ചെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ചെസ്റ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളും നമ്മുടെ നെതർ പോർട്ടിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതെടുക്കാം. പൊട്ടിച്ചിട്ടുള്ളതല്ലേ. ഓക്കെ, ഇത് നമുക്ക് താഴത്തെ ഫ്ലോറിലൊക്കെ കേട്ടോ. മേലെ എന്തായാലും സ്ഥലമില്ല. ഇത് കുറേ വുഡ് കളക്ട് ചെയ്തിട്ടാണ് ഈ സാധനം. ഇത് വീട് തന്നെ കുറേ നേരം 2-3 മണിക്കൂർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. അടിയൊക്കെ. ഓക്കെ, ജസ്റ്റ് ഓക്കെ. അവിടെ മറ്റേ ഔട്ട് പോസ്റ്റ് ഉണ്ട്. റെയ്ഡ് വരാൻ ചാൻസ് എന്തായാലും ഉണ്ട്. റെയ്ഡ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാട്ടോ. നമുക്ക് ഇവിടെ പംകിൻ ഇല്ല. അതുകൊണ്ട് പംകിൻ ഉണ്ടെങ്കിൽ 2-3 അയങ്കോളത്തിനെ കൂടി ഉണ്ടാക്കായിരുന്നു. കാരണം ആ സമയത്ത് ഞാൻ മാത്രം ഒറ്റക്കാണെങ്കിൽ എന്തായാലും പൊട്ടും. പംകിൻ ഉണ്ട്. അപ്പോൾ പംകിൻ ഒന്ന് കാർവ് ചെയ്തെടുത്തിട്ട് വരാം. ഷുഗർ കെയിനും കാര്യങ്ങൾ ഇതവിടെ ഉണ്ട്. പംകിനൊന്ന് കാർവ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനത് ആ ഭാഗത്തേക്കായിട്ടൊന്ന് പോയിട്ടുണ്ടായി ചുമ്മാ ഗ്രൈൻഡ് ചെയ്യാൻ. അപ്പം കിട്ടിയാണ്ടോ കുറേ വൂളും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്ന് കിട്ടിയാണ്. ഓക്കെ, അവിടെ കേവ് മരം.
കൊള്ളാലോ സാധനം എടുക്കാം നമ്മുടെ വീടിനോട് ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കാം. അവിടെ ഉണ്ട് അതെ അവിടെ നിന്ന് നമുക്ക് ഫാമും കാര്യങ്ങളൊക്കെ തുടങ്ങാനുണ്ട്. ഇവിടെ അനിമൽസ് ഞാൻ ഒക്കെ പോണ വഴിക്ക് ഫുൾ അനിമൽസ് ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ കൊന്നിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ വേറെ അനിമൽസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഫാം തുടങ്ങണതിൻ്റെ ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ മൈനിങ്ങിനൊക്കെ പോകണം. അത് ഇപ്പോഴല്ല, കുറച്ചൊന്നും ഇതായിട്ട് പോവാം. അല്ലെങ്കിൽ ഷുഗർക്കേനും ഇതിനോട്ടെ ആവശ്യം വരും. രാത്രി പറഞ്ഞിട്ടുണ്ട്. വലിയ കേവ് ഒക്കെ ഉണ്ട്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ നമുക്ക്. അപ്പം ഇപ്പം എന്തായാലും പോയി കിടക്കും. ഓക്കേ, അപ്പോൾ നമുക്ക് കിടന്നുറങ്ങാം. ഇതൊക്കെ ഞാൻ അടിച്ചാൽ വെറുതെ. ഓക്കെ, വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ചുമ്മാ അടിച്ചിട്ടാണ്. ഈ കുഴിയൊക്കെ അടയ്ക്കണം കൈ. ഇതിൻ്റെ ഒക്കെ അകത്ത് എപ്പോഴാണ് പോകണമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ അടച്ചേക്കാം. കാട് വെച്ചിട്ടുണ്ട്. നമുക്ക് കുഴി വന്നിട്ട് അടിക്കാം. സോ നമ്മുടെ സർവൈവൽ സീസണിൻ്റെ സെക്കൻഡ് പാർട്ട് കേട്ടോ. അപ്പോൾ വരും എപ്പിസോഡുകളിൽ നമുക്ക് തേർഡ് പാർട്ട് ഫോർത്ത് പാർട്ടായിട്ട് ഈ മൈൻക്രാഫ്റ്റ് നമുക്ക് ഇതാക്കാം. ഓരോ വീഡിയോസൊക്കെ തീർക്കാം. ഓക്കെ, ഇത് അടച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ കുഴികളുണ്ട്, അതൊക്കെ അടച്ചില്ലെങ്കിൽ നമ്മൾ എപ്പോഴും അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറയില്ല. അതൊക്കെ അടച്ചേക്കാം. നമ്മുടെ സെക്കൻഡ് ചാനൽ ഫസ്റ്റ് ഇത് വന്നിട്ടുണ്ട്, സെക്കൻഡ് വീഡിയോ വന്നിട്ടുണ്ട്. അതാരും എല്ലാവരും കാണാം. ഫ്രീ ഫയറിൻ്റെ വീഡിയോ അത് എല്ലാവരും കാണും കേട്ടോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യണം കേട്ടോ. നമ്മുടെ സെക്കൻഡ് വീഡിയോ ഉണ്ടത്. പിന്നെ നമുക്ക് RP വീഡിയോ ആണെങ്കിൽ RP വീഡിയോ ചെയ്യാം. അതിനെല്ലാവരും അടുത്ത് നാളെ ഒന്നിൽ നമുക്ക് ഒരു RP വീഡിയോ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, പിന്നെ പോവാ. ഇങ്ങോട്ട് സൈഡ് വരാൻ ചാൻസ് ഒന്നുമില്ല. ഇങ്ങോട്ട് എന്തായാലും ഓപ്പൺ അവിടെ അലൈസ് ഉണ്ടാവും, അതിനൊക്കെ പിടിച്ച് കൂട്ടി വെക്കണം. എന്നാലും ഇതാക്കാൻ പറ്റും. ഇതിലാണ് ഇവിടെ കുടുങ്ങിയ. അല്ല, പിന്നെ ഹേബേലൊക്കെ ഉണ്ടെങ്കിൽ ഇവന്മാർക്ക് തിന്നാൻ വെച്ചെടുക്കായിരുന്നു. പക്ഷേ ഹേബേലൊന്നുമില്ല. സ്നോയിൻ്റെ ഇതായതുകൊണ്ട് ഹേബേലൊന്നും കാണില്ല. ക്യാരറ്റ് 22 ക്യാരറ്റ് നമ്മൾ പോടാ. 22 ക്യാരറ്റ് നോക്കട്ടെ, കിട്ടോ നോക്കട്ടെ. 17 ക്യാരറ്റ് ഉണ്ട്. നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഫാമിങ്, ആ കുഴിയിൽ ഫാമിങ് തുടങ്ങാം നമുക്ക്. ഓക്കെ, ഇപ്പം തന്നെ ഫാമിങ് തുടങ്ങാം.
ഓക്കെ ബാസ്. അപ്പോൾ ഞാൻ ഹോം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ. ഹോ അയണിൻ്റെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടാക്കിയേക്കാം. ഓക്കെ, ഇനി നമുക്ക് വാട്ടർ ബക്കറ്റ് വേണം. ഞാൻ വീണ്ടും എടുത്ത് വെച്ചു. എമിലിയാനോ മാർട്ടിനസ്. അല്ല, സീഡിലല്ലേ പറഞ്ഞ പോലെ മര സീഡ് എടുത്തില്ല, ക്യാരറ്റ്സൊക്കെ എടുക്കുക. ഇങ്ങനെ 4 വർഷത്തിട്ടാലേ അപ്പോൾ അത് ഇൻഫിനിറ്റ് ആയിട്ട് വാട്ടർ ഉണ്ടായിക്കോളും. ലാസ്റ്റ് മാഗ്മ ഉണ്ട്. 4 സൈഡിലിട്ടാൽ അത് ഇൻഫിനിറ്റ് ആയിട്ട് വാട്ടർ ഉണ്ടായിക്കോളും. അയ്യോ ആയി ഉണ്ടോ? ഇൻഫിനിറ്റി ഉണ്ടോ? ഇൻഫിനിറ്റി വാട്ടറാണ്. ഇവിടെ 3 എണ്ണം, അപ്പോൾ ഇവിടെ 3 എണ്ണം. അതിനുള്ള സീഡില്ല, അതങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സീഡില്ല. അപ്പോൾ ഞാൻ കുറച്ച് സീഡൊക്കെ കളക്ട് ചെയ്തിട്ട് വരാം. അപ്പോഴേക്കും നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോഴേക്കും ഞാനൊന്ന് സീഡൊന്ന് കളക്ട് ചെയ്തിട്ട് വരാം.